24 വർഷം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ക്ലെയിം വന്നപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒരേ ആളുടേതാണെന്ന് എങ്ങനെ തെളിയിക്കുമെന്ന ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് കൺസൾട്ടേഷൻ വന്ന ഒരാൾ കുടുങ്ങി. 24 വർഷം പാസ്പോർട്ട്, വിസ, ട്രാവല് എല്ലാം സാധാരണ പോലെ തന്നെ. പക്ഷേ നാട്ടിലെത്തിയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. പാസ്പോർട്ടിലും പാൻ കാർഡിലും ആധാറിലും ഒരു പേര്, SLC ബുക്കിലും പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സിലും വേറൊരു പേര്, എല്ലാം ഒരേ വ്യക്തിയുടെ ഡോക്യുമെന്റ്സ് ആണ്. പക്ഷേ ഒന്നും തമ്മിൽ മാച്ച് ആവുന്നില്ല. എന്താണ് സംഭവിച്ചത്? 24 വർഷം മുമ്പ് കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് കുവൈറ്റിൽ വെച്ച് പാസ്പോർട്ട് പുതുക്കി. അപ്പോൾ പാസ്പോർട്ടിൽ രാജൻ PK എന്ന രീതിയിലുണ്ടായിരുന്ന പേര് കുട്ടപ്പൻ പുത്തമ്പുരയ്ക്കൽ രാജൻ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയത്. പിന്നീട് അതേ പാസ്പോർട്ട് അടിസ്ഥാനമാക്കി ആധാർ ഉൾപ്പെടെ മറ്റ് രേഖകളും അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ SLC ബുക്കിലും പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സിലും പഴയ പേര് തന്നെ തുടർന്നു. 24 വർഷവും ഇതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഒരു ക്ലെയിം വന്നപ്പോൾ ഈ നെയിം ഡിഫറൻസ് വലിയ പ്രശ്നമായി. കൺസൾട്ടേഷനിൽ ഡോക്യുമെന്റ് ടൈം ലൈൻ ഒന്നൊന്നായിട്ട് പരിശോധിച്ചപ്പോൾ പ്രശ്നത്തിന്റെ കാരണം മനസ്സിലായത്. അതിനുശേഷം എന്തൊക്കെ രേഖകൾ തയ്യാറാക്കണം, എങ്ങനെ മുൻപോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം വിദേശത്ത് പാസ്പോർട്ട് എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ഗിവൺ നെയിം, സർനെയിം എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നത് ഒരിക്കൽ കൂടി പരിശോധിക്കണം. കാരണം ഇന്ന് ചെറുതായി തോന്നുന്ന ഒരു നെയിം ഡിഫറൻസ് വർഷങ്ങൾ കഴിഞ്ഞ് പ്രോപ്പർട്ടി, ബാങ്ക്, ഇൻഷുറൻസ്, വിസ ഇതുപോലുള്ള പല കാര്യങ്ങളിലും പ്രശ്നമാകും. നെയിം എന്ന് കമൻറ്റ് ചെയ്യൂ. നെയിം മാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെക്ക് ലിസ്റ്റ് ഞാൻ ഇൻബോക്സിൽ അയച്ചു തരാം. ഇതുപോലുള്ള കൂടുതൽ റിയൽ കൺസൾട്ടേഷൻ കേസുകൾക്കും ഡോക്യുമെന്റ് അവയർനെസ് വീഡിയോസിനുമായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യൂ.